ജിൻഡോ ജോൺ അവസാനിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ. ഇത് ഒരു താങ്കളും എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതായി ഞാൻ കരുതുന്നില്ല. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി പോകും പിണറായി വിജയന് എന്ന ആശങ്കയുള്ളത് കൊണ്ടാണോ ഇത് ഒത്തുകളിയാണ് എന്ന് ആക്ഷേപം ഉന്നയിക്കുന്നത്, കൊടകര അടക്കമുള്ള കാര്യങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നത്? ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല നികേഷ് കുമാറെ, ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. പിണറായി വിജയൻ ഇത് എങ്ങനെ പോയാലും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആവില്ല. കേരളത്തിലെ ജനങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആവും. ഈ BJPക്കും CPM-നും ഇവരുടെ ധാരണയ്ക്കെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആവും. ഇനി LDF-ന്റെ കൺവീനർ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് BJPക്ക് ഒരു കെണിയായി എന്നുള്ളൊരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടല്ലോ. ആ സമയത്താണ് നിങ്ങളുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇവിടെ ED ഒന്നും വരില്ല കേട്ടോ, അങ്ങനെ ഒരാളും ആശങ്കപ്പെടേണ്ടത്, ഇവർ തമ്മിലുള്ള അന്തർധാര ശക്തമാണ്. ED വന്നു, പോയി പിറ്റേ ദിവസം ED വന്നു. അതുകൊണ്ടാണ് നേരത്തെ കോൾനാടൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സന്ദീപ് വാര്യർ ഉദ്ധരിച്ചത്, കഴിച്ചിട്ടിറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളത്. ആ നിലയിലായിപ്പോയോ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം? ആ നിലയിൽ ഇപ്പോൾ പിണറായി വിജയനെയും മകളെയൊക്കെ അല്ലെങ്കിൽ ഐസക്കിനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയോ നോട്ടീസ് അയക്കുകയോ ചെയ്യുന്നത് കേജ്രിവാളിൻ്റെ ഒരു ഇമേജ് പിണറായി വിജയനും ചാർത്തി കൊടുക്കുന്നതിന് തുല്യമാകുമെന്നുള്ള പരിഭ്രമം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, താങ്കൾ മറ്റ് പ്രതിനിധികൾക്ക് കൊടുത്ത സമയവും താങ്കൾ സംസാരിച്ച സമയവും വെച്ച് നോക്കുമ്പോൾ എന്നോട് നീതി പുലർത്തിയോ എന്നുള്ള തോന്നൽ താങ്കൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. രണ്ട്, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യ റൗണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞു. ഇവിടെ പിണറായി വിജയൻ അനുകൂലമായിട്ടൊരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ പറ്റുമോ? കേജ്രിവാളിന് സംഭവിച്ചതുപോലെ കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, അത് LDF-ന് അനുകൂലമായിട്ടൊരു സംഭവിക്കുകയാണെങ്കിൽ UDF-ലേക്ക് ഒഴുകി വരുന്ന ജനപക്ഷ വോട്ടുകൾ മുഴുവൻ ചിതറിക്കാൻ പറ്റുമോ എന്നുള്ളൊരു റിസർച്ചാണ് BJP നടത്തുന്നത്. അങ്ങനെ ഒന്നും ഇവിടെ സംഭവിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസിന് ആശങ്കയൊന്നുമില്ല. ഇത്രയും വർഷം വരാത്ത ED അന്വേഷണം ഇപ്പോൾ വരുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. LDF-ന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തോട് ഒരു മറുപടിയുണ്ട്. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറം കോൺഗ്രസ് മോശപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പടം വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നില്ല. നാണമില്ല നിങ്ങൾക്ക് ഇതൊക്കെ പറയാനായിട്ട്? കേരളത്തിന് പുറത്ത് പറയട്ടെ അരുൺകുമാർ, എന്നെ പറയാൻ പൂർത്തിയാക്കൂ. അരുൺകുമാർ വൃത്തികേട് കാണിക്കരുത്, അരുൺകുമാരെ. താങ്കൾ ഒരു ചെറുപ്പക്കാരനല്ലേ, വൃത്തികേട് കാണിക്കരുത്. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന് കേട്ടില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കും. അത് പറ്റില്ല. ആ വക പണിയൊന്നും വേണ്ട, ആ പണി വേണ്ട അരുൺകുമാരെ. പറയാൻ സമ്മതിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? BJP-യും CPM-ഉം തമ്മിലുള്ള ധാരണ ഞാൻ പറയുന്നത് കൊണ്ടാണ് അരുൺകുമാർ എന്നെ പറയാൻ സമ്മതിക്കാത്തത്. ഞാൻ പറയുന്നത് കേട്ടിരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കൂ. ചങ്ക് വിരിച്ച് അന്വേഷണത്തെ നേരിടുമെന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് കമ്പനി പൂട്ടിപ്പോകുന്നു? എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ പോകുന്നില്ല? ഈ സന്ദീപ് വാര്യർ പറഞ്ഞല്ലോ ജിൻഡോ ജോൺ ഉരുണ്ട് പോയെന്ന്. ഇവിടെ ഉരുണ്ട് കളിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട, നടപടി സ്വീകരിക്കപ്പെട്ട സന്ദീപ് വാര്യർ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഒരു പാർട്ടി ആവുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മറുപടി പറയും. അല്ല, എന്നെ കുറിച്ച് പറഞ്ഞ നികാശ് കേട്ടില്ലേ? അല്ല, അത് താങ്കളുടെ ഒരു ചോദ്യത്തിലുള്ള മറുപടിയുടെ കാര്യത്തിനകത്താണ്, അല്ലാതെ താങ്കളുടെ ഉൾപാർട്ടി പ്രശ്നമൊന്നും പറഞ്ഞില്ലല്ലോ. പൂർത്തിയാക്കൂ, എനിക്ക് സമയമില്ല. നികേഷ് അങ്ങനെ പഠിപ്പിക്കണ്ട, അങ്ങനെ ഇടപെടണ്ട, അങ്ങനെ മര്യാദ ഒന്നും പഠിപ്പിക്കണ്ട. ഇത് നികേഷ് ഇടപെട്ടില്ലല്ലോ, എന്നെ പറയാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. ഇവിടെ പ്രധാനമന്ത്രി വന്നിട്ട് താങ്കൾ പൂർത്തിയാക്കൂ ജിൻഡോ, താങ്കളുടെ അവസരമാണ്. എനിക്ക് ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവസാന നിമിഷത്തിൽ എപ്പോഴും ചർച്ചകളിൽ ഇതാണ് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് താങ്കൾ പറയുന്നതാണ് കേൾക്കുന്നത്, താങ്കൾ പറയുന്നത് നടത്തിയത് എന്ന് അറിയാമെന്ന് പ്രധാനമന്ത്രി തൃശ്ശൂര് പ്രസംഗിച്ചിട്ട് എന്ത് നടപടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചത്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചല്ലേ? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇത് മറുപടി പറയണ്ടേ? BJP-യുടെ പ്രതിനിധി മറുപടി പറയണ്ടേ? അതിന് പകരം ഞാൻ ഉരുണ്ട് കളിച്ചതിനെ കുറിച്ച് താങ്കൾ വിഷമിക്കല്ലേ?